കൽപ്പറ്റ കള്ളാടി മണ്ണിടിച്ചിലിന്റെ ഭീകര ദൃശ്യങ്ങൾ പുറത്ത്. നിരവധി പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മണ്ണിടിച്ചിലിൽ മരണം 5. മാളയിൽ ഓട്ടോ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. അനധികൃത വാഹന സർവീസ് നടക്കുന്നതായി ആരോപിച്ച് നടത്തിയ സൂചനാ സമരത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഓട്ടോ സർവീസ് നിലച്ചു. വടക്കാഞ്ചേരി പോലീസും മോട്ടോർ വാഹന വകുപ്പും നേർക്കുനേർ. പോലീസ് പട്രോളിംഗ് വാഹനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ആരോപണത്തിൽ MVIക്കെതിരെ കേസെടുക്കാൻ നീക്കം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൽപ്പറ്റ കള്ളാടി മണ്ണിടിച്ചിലിന്റെ ഭീകര ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണും ചെളിയും കുത്തിയൊലിച്ച് ടാങ്കർ ലോറിയടക്കം നിരവധി വാഹനങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തലനാരിഴയ്ക്കാണ് നിരവധി പേർ രക്ഷപ്പെട്ടത്. കൽപ്പറ്റ കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ അതിശക്തമായ മണ്ണിടിച്ചിലിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞത്. മീനാക്ഷി പാലത്തിന് സമീപത്തുണ്ടായ ദുരന്തത്തിൽ കുന്നിടിഞ്ഞ് മണ്ണും ചെളിയും വൻതോതിൽ കുത്തിയൊഴുകുകയായിരുന്നു. ഇതിനൊപ്പം പാതയിലുണ്ടായിരുന്ന ടാങ്കർ ലോറിയും ഒഴുക്കിൽപ്പെട്ടു. ലോറിയുടെ അടിയിൽ 2 പേർ കുടുങ്ങിയെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണിടിച്ചിലിന്റെ വലിയ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുന്നതും തൊട്ടുപിന്നാലെ മലവെള്ളപ്പാച്ചിൽ കണ്ട് ജീവൻ രക്ഷിക്കാൻ തിരിഞ്ഞോടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പാലത്തിലുണ്ടായിരുന്ന ചിലരുടെ ശരീരത്തിലേക്ക് മണ്ണും അവശിഷ്ടങ്ങളും വീണെങ്കിലും 5 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പാലത്തിലുണ്ടായിരുന്ന ടാങ്കർ ലോറി പിന്നോട്ടെടുത്ത് മാറ്റാൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം മണ്ണും ചെളിയും ഇരച്ചെത്തുകയായിരുന്നു. കുത്തൊഴുക്കിൽപ്പെട്ട ലോറി പാലത്തിൽ നിന്ന് മീറ്ററുകളോളം ഒഴുകിപ്പോയി. നിരവധി വാഹനങ്ങളാണ് നിലവിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ് മണ്ണിടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്തെ ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി. പ്രകൃതിക്ഷോഭത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. അപകട സ്ഥലത്ത് സൈന്യവും സന്നദ്ധ പ്രവർത്തകരും അതീവ ജാഗ്രതയോടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പോലീസ് കേസ്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന ആരോപണങ്ങൾക്കിടെയാണ് മേപ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിനിടെ മണ്ണിടിച്ചിലിൽ മരണം 5. കൽപ്പറ്റ മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മേപ്പാടി പോലീസ് കേസെടുത്തു. മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമായതെന്നും ആരോപണം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി. അപകടത്തിൽ ഇതുവരെ 5 പേർ മരിക്കുകയും 3 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയായ NDRFന്റെ 2 സംഘങ്ങളാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. മൺകൂനകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം കണ്ടെത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ 6 പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതേസമയം മീനാക്ഷി എസ്റ്റേറ്റിൽ നിന്നുള്ള 21 കുടുംബങ്ങളെ ചുളിക്ക GLP സ്കൂളിലേക്ക് മാറ്റി. പ്രദേശവാസികൾ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കണമെന്നും അടിയന്തര നടപടികളിൽ വീഴ്ച ഉണ്ടായോ എന്ന് ഗൗരവമായി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാളയിൽ ഓട്ടോ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് അനധികൃത വാഹന സർവീസ് നടക്കുന്നതായി ആരോപിച്ച് നടത്തിയ സൂചനാ സമരത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഓട്ടോ സർവീസ് നിലച്ചു. അധികൃതർ സ്ഥലത്തെത്തി തൊഴിലാളികളുമായി നടത്തിയ അനുരഞ്ജന ചർച്ചയ്ക്ക് പിന്നാലെ സമരം പിൻവലിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് 4 അനധികൃത വാഹനങ്ങൾ സർവീസ് നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. സ്റ്റാൻഡിൽ സർവീസ് നമ്പറില്ലാതെ എത്തുന്ന വാഹനങ്ങൾ മൂലം തങ്ങളുടെ ഓട്ടം കുറയുകയാണെന്നാണ് തൊഴിലാളികളുടെ പരാതി. നിലവിൽ ഇവിടെ ഓടുന്ന വണ്ടികൾ
ഓടിയാൽ മതി. പുതിയതായിട്ടൊരു വണ്ടി വരുമ്പോൾ ഒരാൾ വന്നാലും ബാക്കി പുറത്തുനിന്നുള്ള ഒരുപാട് വണ്ടികൾ വരുമ്പോൾ നമുക്കത് തടയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം നിലവിലുള്ള വണ്ടികൾ ഓടാന്നുള്ള ഒരു തീരുമാനം മാത്രമാണ് നമ്മൾ പഞ്ചായത്തിലും പോലീസിലും പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിക്കാരനോട് പറഞ്ഞ ആളനുസരിക്കാത്തത് കൊണ്ട് മറ്റുള്ള വണ്ടികൾ വന്നു. അതായത് 4 വണ്ടികൾ ഇവിടെ കയറി. അതുകൊണ്ട് നമുക്ക് ദൈനംദിനമായിട്ട് ഇപ്പോൾ എല്ലാം കൊണ്ടും ഓട്ടം കുറവാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ അനധികൃതമായിട്ടുള്ള വണ്ടികൾ വരുമ്പോൾ അത് ഓട്ടത്തിനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സൂചന പണിമുടക്കാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇതിന് ഉടനെ നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ഓട്ടം നിർത്താനുള്ള കാര്യങ്ങൾ. വിഷയത്തിൽ പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ലെന്നും തൊഴിലാളികൾ ആരോപിച്ചു. ഇതേ തുടർന്നാണ് ഓട്ടോ തൊഴിലാളികൾ സൂചനാ സമരം എന്ന നിലയിൽ പണിമുടക്ക് നടത്തിയത്. തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തിയ തൊഴിലാളികളുമായി നടത്തിയ അനുരഞ്ജന ചർച്ചയ്ക്ക് പിന്നാലെ സമരം പിൻവലിച്ചു. അതേസമയം അനധികൃത സർവീസുകൾക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പണിമുടക്ക് നടത്തേണ്ടി വരുമെന്ന് ഓട്ടോ തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. 4 വണ്ടി അനധികൃതമായിട്ട് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ പരമാവധി നമ്പറും ഒരു രേഖയില്ലാത്ത വണ്ടികളാണ്. അപ്പോൾ ഞങ്ങൾ പരമാവധി അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ട്രൈക്ക് എടുത്താണത്. അപ്പോൾ ഇതിപ്പോൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി അവർ തടയുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവർ ഒഴിവാക്കുക. എന്നിട്ട് പഞ്ചായത്തിലത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്പർ അനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞാണത്. മീഡിയ ടൈം മാള. വടക്കാഞ്ചേരി പോലീസും മോട്ടോർ വാഹന വകുപ്പും നേർക്കുനേർ. പോലീസ് പട്രോളിംഗ് വാഹനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ആരോപണത്തിൽ MVAക്കെതിരെ കേസെടുക്കാൻ നീക്കം. അതിനിടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടറുടെ വാഹനത്തിന് പോലീസ് പിഴ ചുമത്തി. വടക്കാഞ്ചേരി പോലീസിന്റെ ബൊലേറോ വാഹനം പിടികൂടിയ സംഭവത്തിലാണ് തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജു വെട്ടിലായത്. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനെ തുടർന്നാണ് പിഴ ചുമത്തിയത്. എന്നാൽ ഇൻഷുറൻസും പൊല്യൂഷനും ഇല്ലെന്ന് രേഖപ്പെടുത്തി വെഹിക്കിൾ ഇൻസ്പെക്ടർ 4000 രൂപയാണ് പിഴയിട്ടത്. ഇന്നലെ രാത്രി 11 മണിയോടെ ഉത്രാളിക്കാവിന് സമീപം പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം. ഡ്യൂട്ടിയിലായിരുന്ന പോലീസ് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് വാഹനം കുറുകെ നിർത്തി തടസ്സം സൃഷ്ടിച്ചെന്നാണ് പോലീസിന്റെ ആരോപണം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ 2000 രൂപയും ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2000 രൂപയും ഉൾപ്പെടെയാണ് 4000 രൂപ പിഴ ചുമത്തിയത്. എന്നാൽ ഒരാഴ്ചക്കകം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പിഴ 250 രൂപയിൽ കുറയുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം പോലീസ് വാഹനത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് വടക്കാഞ്ചേരി പോലീസ്. മീഡിയ ടൈം തൃശൂർ. പാഴ്സൽ സർവീസിന്റെ മറവിൽ ഐഷർ ലോറിയിൽ അതിമാരക രാസലഹരി കടത്തിയ കേസിൽ മാസങ്ങളായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി പിടിയിൽ. തൃശൂർ, എറണാകുളം ജില്ലകളിലെ ലഹരി വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണിയായ അജ്മലാണ് ബംഗളൂരുവിൽ കൊടകര പോലീസിന്റെ പിടിയിലായത്. കൊടകര പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് വലപ്പാട് മുരിയാത്തോട് സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ അജ്മൽ വലയിലായത്. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് കേരളത്തിലേക്ക് ലോറിയിൽ വരുന്നതിനിടെയാണ് ബംഗളൂരുവിൽ വെച്ച് പോലീസ് ഇയാളെ തന്ത്രപരമായി പിടികൂടിയത്. 2026 മെയ് 22-ന് ചന്ദ്രാപിന്നി എടമുട്ടം സ്വദേശി മുഹമ്മദ് ഫാസിൽ 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളുമായി പിടിയിലായിരുന്നു. ഫാസിലിനെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരിമരുന്ന് എത്തിച്ചത് അജ്മലിന് വേണ്ടിയാണെന്നും കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത് ഇയാളാണെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായത്. ദേശീയ പെർമിറ്റ് ലോറി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അജ്മൽ ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഹരിമരുന്ന് ശേഖരിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന കുടിവെള്ള വിതരണ ബിസിനസിന്റെ മറവിലായിരുന്നു ഇയാളുടെ ലഹരി ഇടപാടുകൾ. പാഴ്സൽ സർവീസിന്റെ മറവിൽ കടത്തിയ ലഹരിമരുന്ന് ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ജെർലിൻ വി സ്കറിയയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ASI അജി VD, GSPOമാരായ സജീഷ് കുമാർ PK, സഹദ് TS, CPO ശ്രീനാഥ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം കൊടകര. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജേഴ്സി ഡേയും തൂഫാൻ ഡേയും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാർത്ഥികളിൽ ജീവിതമാണ് ലഹരി എന്ന സന്ദേശം എത്തിക്കുന്നതിനായി സംസ്ഥാന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ തൂഫാന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാള SI വിവേക് കെ വിശ്വം ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു ടീമിനായിരിക്കും അവർ നന്നായിട്ട് കളിച്ച് അവർക്കായിരിക്കും ചിലപ്പോൾ കപ്പ് കിട്ടുക അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പ്രയത്നമായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ എത്രയൊക്കെ എഫർട്ട് എടുത്താലും ചിലപ്പോൾ നമുക്ക് ആ വിജയത്തിലേക്ക് എത്താൻ ചിലപ്പോൾ പറ്റില്ല. അങ്ങനെയല്ലേ? ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എല്ലാ പോർഷൻസൊക്കെ കവർ ചെയ്ത് ടീച്ചർമാർ പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ ചിലപ്പോൾ അന്നത്തെ സമയത്ത് ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് വരും. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന് വരും അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയും. ഉണ്ടായിട്ടുണ്ടാവില്ലേ? PTA പ്രസിഡന്റ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ മാരത്തോൺ, ഷൂട്ടൌട്ട് മത്സരം, വിവിധ കായിക വിനോദ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. മേത്തല ഫിനിക്സ് പബ്ലിക് സ്കൂളിൽ CISE D-സോൺ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള വിവിധ CISEC സ്കൂളുകളിലെ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. പനങ്ങാട് യുവതരംഗം കലാസമിതി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം MLA KK വത്സരാജിന് സ്വീകരണവും SSLC +2 LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ K രഘുനാഥ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രമ്യ പ്രദീപ്, വാർഡംഗം AS സിദ്ധാർത്ഥൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KK ഹരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്ലാവ് മുറിച്ചു മാറ്റുന്നതിനിടെ കാലുതെന്നി മരത്തിൽ തലകീഴായി കുടുങ്ങിയ തൊഴിലാളിയെ അഗ്നിരക്ഷാസേന സാഹസികമായി രക്ഷപ്പെടുത്തി. പത്തംകുളം പള്ളിയത്ത് വീട്ടിൽ രാമൻകുട്ടിയുടെ വീട്ടുവളപ്പിലെ പ്ലാവ് മുറിക്കുന്നതിനിടെയാണ് തയ്യപ്പടി കടുക്കാവിൽ വീട്ടിൽ സുന്ദരൻ അപകടത്തിൽപ്പെട്ടത്. കാലു തെന്നിയതിനെ തുടർന്ന് മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഷൊർണൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം സുരക്ഷിതമായി സുന്ദരനെ താഴെയിറക്കി രക്ഷപ്പെടുത്തി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത് രവീന്ദ്രൻ, വിനീത്, ഫാറൂഖ്, ഇല്ലാസ്, ഹോംഗാർഡ് ജോബിൻ, സിവിൽ ഡിഫൻസ് സംഘം ജമാൽ നാസർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കവി ഷാലിം മെലഡിയുടെ ആദ്യ കവിതാ സമാഹാരമായ ജീവിത നൗക കൊടുങ്ങല്ലൂർ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡാവിഞ്ചി സുരേഷ് പ്രകാശനം ചെയ്തു. ഡോക്ടർ G ഉഷാകുമാരി പുസ്തകം ഏറ്റുവാങ്ങി. പ്രൊഫസർ VK സുബൈദ പുസ്തക പരിചയം നടത്തി. പുതുമലയാള കവിതയിലെ പ്രകാശ നക്ഷത്രങ്ങളാണ് ഷാലിമിന്റെ കവിതകളെന്നും മലയാളത്തിന്റെ സമ്പന്നമായ കവിതാ പാരമ്പര്യത്തിൽ ഷാലിമിന്റെ നാമവും എഴുതി ചേർക്കപ്പെടുമെന്നും പുസ്തകം പ്രകാശനം ചെയ്ത് ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. കവി സെബാസ്റ്റ്യൻ, നസീർ ബാബു, ഡോക്ടർ KK യൂസഫ്, സീതി മാസ്റ്റർ, സക്കീർ ഹുസൈൻ, മുജീബ് റഹ്മാൻ, ആർട്ടിസ്റ്റ് ജോസഫ്, ഡോക്ടർ വിജേഷ് PV, ഷാലിം മെലഡി എന്നിവർ സംസാരിച്ചു. തനിമ കലാസാഹിത്യ വേദിയുടെയും പുലിസ്റ്റർ ബുക്സിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൽപ്പറ്റ കള്ളാടി മണ്ണിടിച്ചിലിന്റെ ഭീകര ദൃശ്യങ്ങൾ പുറത്ത്. നിരവധി പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മണ്ണിടിച്ചിലിൽ മരണം 5. മാളയിൽ ഓട്ടോ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. അനധികൃത വാഹന സർവീസ് നടക്കുന്നതായി ആരോപിച്ച് നടത്തിയ സൂചനാ സമരത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഓട്ടോ സർവീസ് നിലച്ചു. വടക്കാഞ്ചേരി പോലീസും മോട്ടോർ വാഹന വകുപ്പും നേർക്കുനേർ. പോലീസ് പട്രോളിംഗ് വാഹനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന ആരോപണത്തിൽ MVIക്കെതിരെ കേസെടുക്കാൻ നീക്കം. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.